വീണ്ടും ഒരിക്കൽ കൂടെ നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും GK ട്രക്കേഴ്സ് വ്ലോഗിലേക്ക് നമ്മുടെ ഒരു ചെറിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു വലിയ ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മളിത് ചെയ്യുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെക്കേഷൻ നാട്ടിലായിരുന്നെങ്കിൽ കൂടിയും ചില സാങ്കേതികമായും വ്യക്തിപരമായുമുള്ള കാരണങ്ങൾ കാരണം നമുക്ക് നാട്ടിൽ വീഡിയോ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ നാട്ടിൽ വെച്ചൊരു വീഡിയോയും ചെയ്തില്ല. അപ്പം ഒരുപാട് നാളുകൾ കൊണ്ട് ആളുകൾ എന്നോട് ആവശ്യപ്പെടുന്നതായിരുന്നു ഒരു യൂറോപ്പാസ് CV ചെയ്യുന്നത് എങ്ങനെയാണെന്നൊരു വീഡിയോ ചെയ്യണം. സത്യത്തിൽ ഞാൻ പോകുന്നതിന് തൊട്ട് മുന്നേ ഒരു 50 ദിവസത്തോളം ഞാൻ നാട്ടിൽ നിന്നു. ആ നാട്ടിൽ നിൽക്കുന്നതിന് കുറച്ച് മുന്നേ ഞാനിത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ യാദൃച്ഛ്യം എന്ന് പറയട്ടെ, എനിക്ക് അതിനുള്ള സമയവും സൗകര്യവും കിട്ടിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ എല്ലാവർക്കും കുടുംബ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അതല്ല, ആരോഗ്യപരമായ കുടുംബത്തിലുള്ള ചില ബുദ്ധിമുട്ടുകളും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കാരണം എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പം ഞാനിപ്പോൾ വന്നപ്പോൾ തന്നെ അത് കരുതിക്കൊണ്ടാണ് വന്നത്. നാട്ടിൽ ചെയ്യണമെന്ന് ഒരുപാട് ഞാൻ ശ്രമിച്ചു, സമയം കിട്ടിയില്ല. നമുക്ക് ഇതിനോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളായിരുന്നില്ല, സാഹചര്യം അനുവദിച്ചില്ല. അതങ്ങനെ പോട്ടെ. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു യൂറോപ്പാസ് CV എങ്ങനെ വളരെ സിമ്പിളായി, ഇപ്പോൾ യൂറോപ്പാസ് CVയുടെ പേരിൽ തന്നെ ഭയങ്കര പറ്റിപ്പോൾ 100 രൂപയ്ക്കും 250 രൂപയ്ക്കും 500 രൂപയ്ക്കും 1000 രൂപയ്ക്കും ഒക്കെ യൂറോപ്പാസ് CV എന്നും പറഞ്ഞ് ചെയ്തു കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ ഇതൊരു യൂറോപ്പാസ് CV അല്ല. പിന്നെ ചിലർ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ചെയ്യുമ്പോൾ അതിനകത്ത് രജിസ്റ്റർ ചെയ്യണമെന്ന് കാണിക്കുന്നു. രജിസ്റ്റർ ചെയ്യാൻ പൈസ അടച്ചാലും ചെയ്യാൻ പറ്റുന്നു, ചിലർ രജിസ്റ്റർ ചെയ്യാതെ ചെയ്യാൻ പറ്റുന്നില്ല, എന്നിട്ടും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാനിതൊരു സിമ്പിളായിട്ടൊരു പൈസയും ചിലവാക്കാതെ കണ്ടിന്യൂസ് ഗസ്റ്റ് എന്നുള്ള നിലയിൽ യൂറോപ്പാസ് CV എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ഇപ്രാവശ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദം ആവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ അതെങ്ങനെ ചെയ്ത് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു ഈ ചെറിയ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പുറമേ നമ്മളെ വാട്സപ്പ് നമ്പറിലൂടെ ബന്ധപ്പെടാം. മെസ്സേജ് അയച്ചാൽ കഴിവതും നമ്മൾ ടൈപ്പ് ചെയ്ത് അയക്കുക ഒരു പ്രായോഗികമായ കാര്യമല്ല. അതുകൊണ്ട് വാട്സപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടിട്ട് വിളിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് നിങ്ങൾക്ക് വിളിക്കാം. എന്നാൽ കഴിയുന്ന ഹെൽപ്പ് ചെയ്യാൻ ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് ഈ ആഴ്ചത്തെ എൻ്റെ ഒരു വീഡിയോയിലേക്ക് ഞാൻ വീണ്ടും നിങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. നമ്മൾ തുടങ്ങുകയാണ് എങ്ങനെയാണ് ഒരു യൂറോപ്പാസ് CV ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി നമ്മൾ സ്വാഗതം ചെയ്യുന്നു. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഈ ഗൂഗിൾ ക്രോം എന്നുള്ള ഈ എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ യൂറോപ്പാസ് CV ഓൺലൈൻ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 നമുക്കിവിടെ മൂന്നാമത് ക്രിയേറ്റ് യൂറോപ്പാസ് പ്രൊഫൈൽ അല്ലെങ്കിൽ യൂറോപ്പാസ് CV എഡിറ്റർ അല്ലെങ്കിൽ യൂറോപ്പാസ് ഇതിൻ്റെ ഹോം യൂറോപ്പാസ് എന്നുള്ള ഈ ടാബ് നാലാമതായിട്ട് കാണാം. ഇതിലേത് നിങ്ങൾ ഓപ്പൺ ചെയ്താലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ ആ ക്രിയേറ്റ് എന്നുള്ളത് എടുത്താൽ ക്രിയേറ്റ് യുവർ ഫ്രീ യൂറോപ്പാസ് പ്രൊഫൈൽ എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അത് ഓപ്പണായി വരും. നമ്മൾ ഈ ടാബ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിനകത്ത് ചോദിക്കും രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് പോകണമെങ്കിൽ പേയ്മെൻറ്റ് കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് പോകാം. രജിസ്റ്റർ ചെയ്ത് പോകാതെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടിന്യൂ ആസ് എ ഗസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഒരു ഓൾറെഡി PDFൻ്റെ ഒരു യൂറോപ്പാസ് CV ഫോർമാറ്റ് ഉണ്ടെങ്കിൽ അത് ഇതിൽ അപ്ലോഡ് ചെയ്തെടുക്കാം. അതിൽ നല്ലത് നമ്മൾ ക്രിയേറ്റ് മൈ പ്രൊഫൈൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ 4 സ്റ്റെപ്പുകളാണ്. ഈ 4 സ്റ്റെപ്പുകൾ വരുന്നതിൽ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ ഏത് ലാംഗ്വേജിൽ ടൈപ്പ് ചെയ്യണം, അത് നമുക്ക് ജർമ്മനിയിലോ ഫ്രാൻസിലോ ഏത് ലാംഗ്വേജിലോ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് നമ്മൾ ഡേറ്റ് ഫോർമാറ്റാണ് ചോദിക്കുന്നത്. അപ്പം അതായത് മാസം, പിന്നെ ദിവസം, മാസം, വർഷം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പം ഞാൻ എൻ്റെ പേരിലൊരെണ്ണം ചെയ്യാണ്. ഇതടിക്കുന്നു, പേര്, ലാസ്റ്റ് നെയിം, ഇതൊക്കെ നമുക്ക് സാധാ CV അടിക്കുന്നുള്ളൂ. അതായത് പേര്, അച്ഛൻ്റെ പേര്, അങ്ങനെ. പിന്നെ നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കുന്നു. അടിച്ചു. അത് കഴിഞ്ഞാൽ നമ്മൾ ഏത് മെയിൽ, ഫീമെയിൽ, സെക്സ്, അതായത് അത് കഴിഞ്ഞാൽ നമ്മൾ ഏത് നാഷണാലിറ്റി. അപ്പം ഞാൻ ഇന്ത്യൻ എന്നുള്ള IN അടിക്കുമ്പോൾ IND അടിക്കുമ്പോൾ ഇന്ത്യ വരും. ഇന്ത്യൻ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇമെയിൽ അഡ്രസ്സ് നമ്മൾ കൊടുക്കുന്നു. ഇമെയിൽ അഡ്രസ്സിൻ്റെ ഇതിനകത്ത് അതും കൂടെ കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ നമ്മൾ ചോദിക്കുന്നിടത്ത് നമ്മൾ സെലക്ട് ചെയ്യണം. മൊബൈലാണോ ഇതാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് മൊബൈലിൻ്റെ അത് സെലക്ട് ചെയ്ത് ഏത് രാജ്യത്തിൻ്റെ മൊബൈലാണ്, കൺട്രി കോഡ് നമ്മൾ സെലക്ട് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ യൂറോപ്പിൽ ഒരു സിം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാൻ എൻ്റെ മാൾട്ട സിമ്മാണ് ഉപയോഗിക്കുന്നത്. ആ മാൾട്ട സിമ്മിൻ്റെ നമ്പർ ഞാനിവിടെ കൊടുത്തു. കൺട്രി കോഡ് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ആ നമ്പർ സെലക്ട് ചെയ്യുന്നു. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അഡ്രസ്സാണ്. അഡ്രസ്സാണെങ്കിൽ ഹോം അല്ലെങ്കിൽ വർക്ക് അഡ്രസ്സ്, അത് ഹോം കൊടുക്കാം. ഇവിടുത്തെ അഡ്രസ്സ് ഞാനിപ്പോൾ ഇവിടുത്തെ ആയതുകൊണ്ട് എൻ്റെ അഡ്രസ്സ് ഇവിടുത്തെ എന്തുവാണെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കുകയാണ്. അതായത് ഇതെൻ്റെ ഇവിടുത്തെ അഡ്രസ്സ് ഞാൻ കൊടുക്കുന്നു. കൊടുത്തു കഴിഞ്ഞിട്ട് ഏത് രാജ്യമാണ് ഞാനത് കൊടുത്തതെന്നുള്ളതാണ്. അപ്പോൾ ജർമ്മനി. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ഈ നെക്സ്റ്റ് എന്നുള്ള സ്റ്റെപ്പിൽ എനിക്ക് പോകാം. അഡ്രസ്സ് ആഡ് ചെയ്യണമെങ്കിൽ അവിടെ ആഡ് എന്നുള്ള വേറെ ഓപ്ഷൻ ഉണ്ട്, അതിൽ ആഡ് ചെയ്യാം.
അപ്പോൾ നെക്സ്റ്റിൽ പോകുമ്പോൾ വർക്ക് എക്സ്പീരിയൻസ്, ന്യൂ വർക്ക് എക്സ്പീരിയൻസ്. അപ്പോൾ ഹെവി, ഞാനിപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ചുമ്മാ അടിക്കുകയാണ്, ഹെവി ബസ് ഡ്രൈവർ എന്നടിക്കുന്നു. ഹെവി ബസ് ഡ്രൈവർ എന്നടിക്കുമ്പോൾ അത് വരുന്നില്ല. പക്ഷേ നമുക്കവിടെ പബ്ലിക് ബസ് ഡ്രൈവർ എന്നടിക്കാം, പബ്ലിക് ബസ് ഡ്രൈവർ എന്നടിക്കാം. ഇനി അഥവാ അത് ലിസ്റ്റിൽ നിന്ന് വന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അല്ലാതെ അടിക്കാൻ, ഇവിടെ കണ്ടോ, ബസ് റോഡ് സൂപ്പർവൈസർ, ബസ് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ, അങ്ങനെ പല കാറ്റഗറി വരും. ഞാൻ അവിടെ ബസ് ഡ്രൈവർ എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുമ്പോൾ ചൂസ് ആൻ ആൾട്ടർനേറ്റീവ് നെയിം ഓഫ് യുവർ ഓക്കുപ്പേഷൻ എന്ന് ചോദിക്കും. അപ്പോൾ പബ്ലിക് ബസ്സാണെങ്കിൽ പബ്ലിക് ബസ് ഡ്രൈവർ എന്ന് ഞാൻ സ്പെസിഫൈ ചെയ്ത് അടിക്കുന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ സ്കൂൾ ബസ്സാണെങ്കിൽ സ്കൂൾ ബസ് എന്ന് സ്പെസിഫൈ ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മളെ എംപ്ലോയർ, അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു എംപ്ലോയറുടെ പേര്, അതായത് കമ്പനിയുടെ പേരാണ്, ഞാൻ അത് ഫുൾ അടിച്ചിട്ടില്ല, അവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഏത് സിറ്റി എന്നുള്ളത് ടൈപ്പ് ചെയ്യുന്നു. സിറ്റി ടൈപ്പ് കഴിഞ്ഞിട്ട് കൺട്രി ഏതാണെന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. അപ്പം ഏത് രാജ്യത്താണ് എന്നുള്ളത് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ ഏത് വർഷം, ഏത് മാസം, ഏത് വർഷം, ഏത് ദിവസം മുതൽ ഞാൻ അവിടെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കാണിക്കണം. അതിനാണ് ഈ ഫ്രമും ടൂവും, മനസ്സിലല്ലേ? അപ്പം ഞാൻ ഇന്ന മാസം ജോയിൻ ചെയ്തു എന്നുള്ളത് ഞാൻ അവിടുന്ന് ടൈപ്പ് ചെയ്തു. എന്നിട്ട് ഞാനിപ്പോൾ നിലവിൽ അതേ കമ്പനി തന്നെയാണ് ഈ ഓൺ ഗോയിങ് ടൈപ്പ് ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത്ര മാസം ഇത്ര ഇതുവരെ ചെയ്തെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യും. ഈ ഞാനിപ്പോൾ തൽക്കാലം ഓൺ ഗോയിങ്, ഒരു ഡെമോ CV ആയതുകൊണ്ട് തന്നെ അത് കൂടുതൽ നീട്ടുന്ന ഒരു 10 മിനിറ്റിലുള്ള വീഡിയോ ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല. ഓൺ ഗോയിങ് ഞാൻ ടൈപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മെയിൻ ആക്ടിവിറ്റീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അപ്പം ഞാനൊരു പാസഞ്ചർ ബസ് ഓടിക്കുന്നു എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് ഒരു ഡെമോ ഇവിടെ ടൈപ്പ് ചെയ്യാൻ, കാര്യം നിങ്ങൾക്കത് മനസ്സിലാവേണ്ടതുണ്ട്. അപ്പം ഡ്രൈവിംഗ് പാസഞ്ചർ ബസ് വേരിയസ് ഡെസ്റ്റിനേഷൻസ്, പിന്നെ ഇവിടെ കണ്ടക്ടർ ഇല്ല, അപ്പോൾ നമ്മൾ തന്നെയാണ് ടിക്കറ്റ് ചെയ്യുന്നത്. ഇഷ്യൂയിങ് ടിക്കറ്റ് ഫോർ ദി കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ പാസഞ്ചേഴ്സ്, കൺസ്യൂമേഴ്സ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. അടുത്തത് പ്രൊവൈഡിങ് അസിസ്റ്റൻസ്, പ്രൊവൈഡിങ് അസിസ്റ്റൻസ് ടു ഹു എവർ റിക്വയർഡ്. ആർക്കെങ്കിലും അസിസ്റ്റൻസ് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ വേണം സഹായം. അതായത് ഇപ്പോൾ ചില ഹാൻഡിക്യാപ്ഡ് ആൾക്കാർ വരും, അങ്ങനെ ഇപ്പോൾ ബസ്സിൽ നമ്മൾ ആ പാലം പോലുള്ള സാധനം നോക്കേണ്ടി വരും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെക്കിങ് അല്ലെങ്കിൽ ഡൂയിങ് റൊട്ടീൻ സേഫ്റ്റി ചെക്ക് ബിഫോർ ദി ട്രിപ്പ് സ്റ്റാർട്ടിങ്. ഇത്ര ഞാൻ ഒരു ഡെമോ ഇങ്ങനെ താൽക്കാലികമായി അടിച്ചു. അപ്പം എനിക്ക് വേണമെങ്കിൽ മോർ ഡീറ്റെയിൽസ് ചേർക്കാം. അതായത് ഇപ്പോൾ ഞാൻ ടൂർ ബസ്സാണോ, പ്രൈവറ്റ് ബസ്സാണോ, എങ്ങനത്തെ ബസ്സാണ്, അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചേർക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഇങ്ങനെ ഞാൻ ഒരു ഡെമോ അടിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ ഈ ആഡ് ന്യൂ വർക്ക് എക്സ്പീരിയൻസ് കൊടുക്കാം. അപ്പോൾ എനിക്ക് വീണ്ടും ഇതേപോലൊരു കോളം കിട്ടും. അവിടെ ഇപ്പം ഞാനൊരു ട്രക്ക് ഡ്രൈവർ എന്നുള്ളത് അടിക്കുകയാണ്. ട്രക്ക് ഡ്രൈവർ, മൂവിങ് ട്രക്ക് ഡ്രൈവർ എന്ന് വന്നു. അപ്പം ഞാൻ അതിൻ്റെ സ്പെഷ്യൽ ഇതിൽ പോയിട്ട് നാഷണൽ ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവർ എന്നടിക്കും. കാര്യം ഞാൻ ജർമ്മനിക്ക് പുറത്ത് പോകുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് നാഷണൽ ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവർ എന്നടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ എംപ്ലോയറെ, ഇപ്പോഴത്തെ എംപ്ലോയറെ ഞാൻ അടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഏത് സിറ്റി എന്നുള്ളത് ഞാൻ അടിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ്, രാജ്യം അടിക്കുന്നു. അതുപോലെ തന്നെ ഞാനിപ്പോൾ എന്ന് മുതൽ എന്ന് വരെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് അടിക്കുക. അപ്പോൾ ഞാനിതിപ്പോൾ ഇച്ചിരി ബാക്ക് ഡേറ്റിൽ അടിക്കാം. അതായത് കാര്യം നേരത്തുള്ളത് ഞാൻ ഓൺ ഗോയിങ് അടിച്ചിരിക്കുന്നത് കൊണ്ട് ഇപ്പം ഞാനിത് ഒരു 2-ാം തീയതി മുതൽ തുടങ്ങി, 1-ാം തീയതി തുടങ്ങി 9-ാം മാസം 2017 മുതൽ 20 വരെ എന്നുള്ളതിലടിച്ച് ഒരു ബാക്ക് ഡേറ്റ് അടിക്കുകയാണ് നമ്മൾ, ഒരു ഡെമോയ്ക്കല്ലേ. എന്നിട്ട് നമ്മൾ 4-ാം മാസം ഫിനിഷ് ചെയ്തു. എന്നിട്ട് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ഒരു ട്രക്ക് ഡ്രൈവറുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, നമ്മൾ ഏത് ടൈപ്പ് ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്, ഡ്രൈവിംഗ് ഈ ലോങ് ഡിസ്റ്റൻസ് ട്രക്ക് എടുത്ത് എവിടം വരെ പോകുന്നു, എങ്ങനെ പോകുന്നു, അങ്ങനെയൊക്കെ ഉള്ള അതിപ്പോൾ ഞാൻ ചുമ്മാ ഡ്രൈവ് ചെയ്യാം. ഡൂയിങ് സേഫ്റ്റി ചെക്സ് ബിഫോർ ദ ട്രിപ്പ് എവറി ഡേ, എല്ലാ ദിവസവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സേഫ്റ്റി ചെക്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ പിന്നെ പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമൊന്നുമില്ല. എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യും, ലൈറ്റ് ചെക്ക് ചെയ്യും, ടയേഴ്സ് ചെക്ക് ചെയ്യും, ടയേഴ്സിൻ്റെ എയർ ചെക്ക് ചെയ്യും, ഇതെല്ലാം ചെക്ക് ചെയ്യും. പിന്നെ വണ്ടിയിൽ നിന്ന് എന്തെങ്കിലും വെള്ളമോ ഓയിലോ ലീക്ക് ആവുന്നു, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് ഡ്രൈവിംഗ് വേരിയസ് ലോഡ്സ് ടു ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് ഇൻസൈഡ് ദ കൺട്രി. അത് ഞാൻ ഇപ്പോൾ ജർമ്മനിക്കകത്തായതുകൊണ്ട് പല ടൈപ്പ് ലോഡെടുത്ത് പല ലൊക്കേഷനിലേക്ക്, പല കമ്പനികൾ പല ലൊക്കേഷനിലായിരിക്കും, അതിനനുസരിച്ച് ഞാൻ രാജ്യത്തിനകത്ത് പല ഇടത്തായിട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിലാണ് അങ്ങനെ ഞാൻ ടൈപ്പ് ചെയ്തത്. പിന്നെ ഇതിനോട് നമുക്ക് ടൈപ്പ് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ സ്പെസിഫൈ ചെയ്യാം, നമ്മൾ ഇന്ന ലോഡ് എടുക്കുന്നുവെന്നോ ഇങ്ങനെയൊക്കെ സ്പെസിഫൈ ചെയ്യാം. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇത് പഠിച്ചു. ഇനി എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അടിക്കുകയാണെങ്കിൽ ഒരു 7-9 കമ്പനി, പിന്നെ നാട്ടിലെ കമ്പനി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിവിടെ മാൾട്ടയിലത്, പിന്നെ ഇതൊക്കെ അങ്ങനെ എനിക്ക് അടിക്കാൻ ഒരുപാടുണ്ട്. അങ്ങനെ ഉള്ളവർ അതെല്ലാം സ്പെസിഫൈ ചെയ്ത് അടിക്കുക, സ്പെസിഫൈ ചെയ്ത കറക്റ്റ് എല്ലാം കാണിക്കുക. കാര്യം നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും. അതൊക്കെ കഴിഞ്ഞിട്ട് ഈ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എഡ്യൂക്കേഷനിൽ ഇത് പോകും. അപ്പം ഞാൻ SSLC കൊടുക്കുകയാണെങ്കിൽ സെക്കൻഡറി സ്കൂൾ ലീവിംഗ് എന്ന് കൊടുക്കുക. സെക്കൻഡറി സ്കൂൾ ലീവിംഗ് കഴിവതും നമ്മൾ വലിയൊരു ഹയർ എഡ്യൂക്കേഷൻ ഇതിൽ കൊടുക്കാതിരിക്കുക. പിന്നെ നമുക്ക് വേണേൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നെയിം ഓഫ് ദ, അപ്പം എക്സാമിനേഷൻ ബോർഡാണ് ആ ഓർഗനൈസേഷൻ, നമുക്ക് കേരളത്തിലെ എക്സാമിനേഷൻ ബോർഡാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ സിറ്റി, ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ഒരു ട്രിവാൻഡ്രം കൊടുക്കാം. സിറ്റി ട്രിവാൻഡ്രം, കൺട്രി ഏത് രാജ്യത്തു നിന്നാണ് പഠിച്ച, ഇന്ത്യ. അത് കഴിഞ്ഞിട്ട് അഡ്രസ്സ് കൊടുക്കുമ്പോൾ അഡ്രസ്സ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം എന്നുള്ളതല്ല, കൊടുക്കുക. മനസ്സിലായി? ഞാൻ ഇപ്പോൾ അത് കാണിക്കുന്നത് ആ അഡ്രസ്സിനെ ഞാൻ സ്കിപ്പ് ചെയ്യാം. അത് കാണാം, ഇവിടെ ഞാൻ പഠിച്ച സ്കൂൾ ഏത് വർഷം പഠിച്ചു എന്നുള്ളത് എനിക്ക് കൊടുക്കാം. ഞാൻ അത് കൊടുക്കുന്നില്ല, നമ്മളെ കോഴ്സ് തീർന്നുകൊണ്ട് ഓൺ ഗോയിങ് കൊടുക്കുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ആഡ് ന്യൂ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എക്സ്പീരിയൻസ്, അതായത് നമുക്ക് സ്പെഷ്യലി ഡ്രൈവിംഗ് പരമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രെയിനിങ്ങോ സ്പെഷ്യലൈസേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം വരുന്നത് ഒരു ഡ്രൈവറെ സംബന്ധിച്ച് ഭാഷ, മാതൃഭാഷ. അപ്പം ഞാൻ മലയാളം എന്ന് കൊടുക്കുന്നു, എൻ്റെ മാതൃഭാഷ മലയാളം വന്നു. അത് കഴിഞ്ഞിട്ട് അതാകുമ്പോൾ അതിനകത്ത് വേറെ ഡിസ്ക്രിപ്ഷൻ ചോദിക്കുക, അടുത്ത ലാംഗ്വേജ്, അതർ ലാംഗ്വേജ് ചോദിക്കുമ്പോൾ ഞാൻ ഹിന്ദി കൊടുക്കുന്നു, രാഷ്ട്രഭാഷ ഹിന്ദി. അപ്പോൾ അത് ലിസണിങ്, എനിക്ക് കേട്ട് മനസ്സിലാവുന്ന എത്ര മനസ്സിലാവും, അപ്പം ഞാൻ അത് C2 കൊടുക്കും, കാര്യം ഞാൻ പ്രൊഫഷണൽ യൂസറാണ്. റീഡിങ് ഞാൻ അതും C1 കൊടുക്കുന്നു, കാര്യം ഞാൻ എൻ്റെ മദർ ടങ് അല്ലെങ്കിൽ പോലും എൻ്റെ രാഷ്ട്രഭാഷ ഞാൻ പ്രൊഫഷണൽ യൂസർ തന്നെയാണ്. സ്പീക്കിംഗ് അതിലും ഞാൻ കൊടുക്കുന്നു C1. C2 കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള C1 കൊടുക്കുന്നു. അത് കഴിഞ്ഞ് സ്പോക്കൺ പ്രൊഡക്ഷൻ, എനിക്ക് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കി എങ്ങനെ സംസാരിക്കാൻ പറ്റും, അത് ഞാൻ C1 കൊടുക്കാം, ഞാൻ B2 കൊടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞ് റൈറ്റിങ്ങിൽ അതിലും ഞാൻ കൊടുക്കുന്നു, B2 കൊടുക്കുന്നു. ഇത്രയും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആഡ് അനദർ ലാംഗ്വേജ്, എനിക്കിനി അടുത്ത ഏത് ലാംഗ്വേജ്, അപ്പോൾ ഞാൻ തമിഴ് കൊടുത്തു. ഇതേപോലെ അതൊക്കെ ഞാൻ ബേസിക് ചുമ്മാ കൊടുക്കുക, ഇപ്പോൾ ഒരു ഡെമോ അടിക്കുകയല്ലേ, ബേസിക് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഷാ പ്രാവീണ്യം പ്രൊഫഷൻസി അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പം ഞാൻ 3 ലാംഗ്വേജ് കൊടുത്തു. എൻ്റെ 4ാം ലാംഗ്വേജ് അറബിക് കൊടുക്കുന്നു. അതും ബേസിക്കേ ഞാൻ കൊടുക്കുന്നുള്ളൂ. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, അറബിക്ക്, പിന്നെ ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് ജർമ്മൻ ലാംഗ്വേജ് ആണ്, ഡോഷ്, അല്ലെങ്കിൽ ജർമ്മനിൽ ടൈപ്പ് ചെയ്യുന്നു. അതിനെ ഞാൻ A2 കൊടുക്കുന്നു, കാര്യം ഞാൻ ഇപ്പോൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷയാണ്. അപ്പം ഞാൻ A2 കൊടുത്തു. സ്പീക്കിങ്ങും സ്പോക്കണും റൈറ്റിങ്ങും എല്ലാം ഞാൻ A2 കൊടുത്തു. ഇപ്പം ഞാൻ ഇത്രയും ഭാഷ കൊടുത്തു, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. 1, 2, 3, 4, 5, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, ജർമ്മൻ, ഇത്രയും ഭാഷ, 6 ഭാഷയാണ് എനിക്ക് ഏകദേശം കൊടുക്കാൻ ഉള്ളത്. ഞാൻ കൊടുക്കുന്നു. ഓക്കെ, അത് നിങ്ങൾക്കുള്ള ഇഷ്ടം പോലെ. ചിലപ്പോൾ നിങ്ങൾക്ക് 10 ഭാഷ അറിയാവുന്നവർ കാണും, ചിലപ്പോൾ 1 അറിയാവുന്നവർ കാണും, 2 അറിയാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിജിറ്റൽ സ്കിൽസ്, അതായത് കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത്. അപ്പം നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിജിറ്റൽ സ്കിൽസിൽ പിടിക്കുക, ഇത് മൂവ് ചെയ്ത് മേളിൽ കൊണ്ടുവരിക. വിടുമ്പോൾ MS ഓഫീസ്,
മൈക്രോസോഫ്റ്റ് ഓഫീസിലുള്ളതാണ് ഈ മൈക്രോസോഫ്റ്റ് വേഡ് എന്ന് പറയുന്ന സംഗതി. മൈക്രോസോഫ്റ്റ് വേഡ് ഇങ്ങോട്ടാണ് ഡ്രാഗ് ചെയ്ത് ഇവിടെ കൊണ്ടുവരിക. മൈക്രോസോഫ്റ്റ് വേഡ് കഴിഞ്ഞിട്ട് പിന്നെ പവർ പോയിന്റ്, പിന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമെങ്കിൽ അങ്ങനെ, സൂം ഉപയോഗിക്കുമെങ്കിൽ അങ്ങനെ, ഔട്ട്ലുക്ക് ഉപയോഗിക്കുക, അങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതെല്ലാം കൊടുക്കാം. ഇത്രയും കൊടുത്തു. അപ്പം ഇത്രയും കൊടുത്തു, അതായത് നിങ്ങൾ സ്കില്ലിനെ ഗ്രൂപ്പ് ചെയ്തു, അതെല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ പോകും. ഈ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ വരുമ്പോൾ നമ്മൾ ഇനി ഇതിനകത്ത് രണ്ടെണ്ണം നമ്മൾ ചെയ്യാതെ വിട്ടിട്ടുള്ളതുണ്ട്. അത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. ഞാൻ കാണിച്ചു തരാം. ഇതിന് ഏതൊക്കെയാണ് ചെയ്യാറ്. നമ്മളെ CV ഓൾമോസ്റ്റ് റെഡിയാണ്. അപ്പോൾ നമ്മൾ ചെയ്യാതെ വിട്ടിരിക്കുന്ന മെയിൻ ഞാൻ ഒരു ഫോട്ടോ ചെയ്തിട്ടില്ല. എൻ്റെ മൊബൈലിൽ നിന്നായതുകൊണ്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലായതുകൊണ്ടോ നമ്മുടെ ഒരു ഫോട്ടോ ഉണ്ടാവും. നമ്മൾ ആ ഫോട്ടോ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ ഫോട്ടോ ഇപ്പോൾ കൊടുക്കും. ഒരു നിമിഷം വന്നുകൊണ്ടിരിക്കുന്നു. സെലക്ട് ഫോട്ടോ വരും. യെസ്, ഫോട്ടോ വന്നിരിക്കുന്നു. ഞാനിപ്പോൾ ഫോട്ടോ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഫോട്ടോ കൊടുത്താൽ ഇവിടെ വരും. ഇപ്പം ഞാൻ നിലവിലത് എനിക്ക് മൊബൈലിൽ ഞാൻ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ. അത് ചെയ്യാൻ നമ്മൾ ഈ റെക്കോർഡിങ്ങും ഇതും എല്ലാം കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. പക്ഷേ അത് വരും. 20 MB ഫോട്ടോ ആയിരിക്കണം കാര്യങ്ങളൊക്കെ. പിന്നെ ഇത് ചെയ്ത് ഇങ്ങനെ കൊടുത്ത് ഫോട്ടോ കൊടുത്തു കഴിഞ്ഞിട്ട് സേവ്. അപ്പോൾ ഫോട്ടോ സേവ് ചെയ്യുമ്പോൾ ഫോട്ടോ അവിടെ വരും. ഇപ്പോൾ എൻ്റെ ഫോട്ടോ വന്നിരിക്കുന്നു. ഈ ഫോട്ടോ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അടുത്ത ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ താഴോട്ട് പോകുന്നു. നിങ്ങളുടെ പ്രധാനപ്പെട്ട സാധനം, ഒരു ഡ്രൈവറുടെ CVയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളെ അത്യാവശ്യ എക്സ്പീരിയൻസ്, പേഴ്സണൽ ഇൻഫർമേഷൻ. നമ്മൾ ഈ പേഴ്സണൽ ഇൻഫർമേഷനകത്താണ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഫോൺ നമ്പർ എല്ലാം കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആഡ് ന്യൂ സെലക്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു കാറ്റഗറി ലിസ്റ്റ് വരും. അതിനകത്ത് നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. അത് ആഡ് സെലക്ഷൻ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഈ AM ഓട്ടോമാറ്റിക്കാണ്. ഈ A1 എന്ന് പറയുന്ന 50 cc മുതൽ 100 cc അകത്തുള്ള 75 cc അകത്തുള്ള വണ്ടികളാണ്. പിന്നെ അത് കഴിഞ്ഞ് A2 എന്ന് പറയുന്നത് 125-150 cc താഴെയുള്ള വണ്ടികളാണ്. അതും പിന്നെ A എന്ന് പറഞ്ഞാൽ ഫുൾ 350 മേളിൽ 1000 cc വരെയുള്ളതല്ല. ഈ B കാറാണ്. B കാർ വിത്ത് ട്രെയിലറാണ്. ഈ B1 ജർമ്മനിയിലില്ല, മറ്റ് പല രാജ്യങ്ങളിലുണ്ട്. അതായത് ചെറിയ നമ്മുടെ പിക്കപ്പ്, വാൽമാർക്കിലുള്ള പിക്കപ്പ്. പിന്നെ ഈ C ആണ് ട്രക്ക്. ഈ ട്രക്ക് വിത്ത് ട്രെയിലർ. C1 എന്ന് പറയുന്നത് ചെറിയ ട്രക്ക്. C1E ചെറിയ ട്രക്ക്, അതായത് 3 ടൺ 5 ടൺ നമ്മളെ മഹീന്ദ്രയുടെ അല്ലെങ്കിൽ ഐഷറിൻ്റെ ട്രക്ക് പോലുള്ള ട്രക്കിൽ ട്രെയിലർ കൊണ്ട് ഓടിക്കുന്നത്. D ആണ് ബസ്. DE എന്ന് പറഞ്ഞാൽ ബസ് വിത്ത് ട്രെയിലർ. D1 മിനി ബസ്. D1E മിനി ബസ് വിത്ത് ട്രെയിലർ. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ അത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ CVയുടെ ലിസ്റ്റിലേക്ക് ഇത് ആഡായി. ഇനി ഇവിടെ വേറെ ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ആഡ് ന്യൂ സെലക്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കാം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള കോൺഫറൻസോ സെമിനാർസോ ഏതൊക്കെ തരത്തിലാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ സ്കിൽസിനായിട്ടുള്ള നിങ്ങൾ എന്തെങ്കിലും ട്രെയിനിങ്ങുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഹോബീസ്, ഇൻട്രസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള പല ടൈപ്പ് കാര്യങ്ങൾ ഇത് ആഡ് ചെയ്യാനായിട്ടുണ്ട്. ഇത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അത് ഡിപ്പെൻഡ് ഓൺ യുവർ എക്സ്പീരിയൻസ് ആണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നിങ്ങളുടെ കാര്യങ്ങൾ സെറ്റായിരിക്കുന്നു. നിങ്ങൾ CV ഓൾമോസ്റ്റ് കംപ്ലീറ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. മനസ്സിലായോ? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ മേളിലത്തെ 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് മൈ യൂറോപാസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ക്രിയേറ്റ് CV എന്നുള്ളതിൽ പോവും. അല്ലെങ്കിൽ അതിന് മുമ്പ് നമുക്ക് ഈ വ്യൂ പ്രൊഫൈൽ എടുക്കാം. വ്യൂ പ്രൊഫൈൽ എടുത്ത് ഇങ്ങനെ ഇത് എല്ലാം ചെക്ക് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുന്നു. മൈ പ്രൊഫൈൽ എടുക്കുന്നു. മൈ യൂറോപാസിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇത് എറർ കാണിക്കുന്നുണ്ടെങ്കിലും ഈ ക്രിയേറ്റ് CV എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പം നേരത്തെ പോലെ തന്നെ റെസ്യൂം ലാസ്റ്റ് CV, ഈ സ്റ്റാർട്ട് ഫ്രം യുവർ പ്രൊഫൈൽ എന്നുള്ളത് വരും. ഈ സ്റ്റാർട്ട് ഫ്രം യുവർ പ്രൊഫൈൽ വരുമ്പോൾ നമ്മളിതാ റെസ്യൂം ലാസ്റ്റ് CV കൊടുക്കണം. മനസ്സിലായോ? അത് കൊടുക്കുമ്പോൾ ഇങ്ങനെ വരും, ഡീറ്റെയിൽസ് വരും. നെക്സ്റ്റ്
അത് ഞാനിത് വേറൊരു CV ഇതിൽ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ കാണിച്ചത്. ഈ ക്രിയേറ്റ് CV ക്ലിക്ക് ചെയ്യുന്നു. സ്റ്റാർട്ട് ഫ്രം യുവർ പ്രൊഫൈൽ കൊടുക്കുക. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ കൊടുത്താൽ ഇതുവരെ അടിച്ച എൻ്റെ CV വരും. സ്റ്റാർട്ട് ഫ്രം യുവർ പ്രൊഫൈൽ എടുക്കുന്നു. കണ്ടിന്യൂ അടിക്കുമ്പോൾ ഇതുവരെ അടിച്ച എൻ്റെ CV വരുമ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ പ്രത്യേകിച്ച് എൻ്റെ ഫോട്ടോ എല്ലാം ടിക്ക് വീണ് കിടക്കുന്നതാണ്. സെലക്ട് എൻ്റെ പ്രൊഫൈൽ എന്നുള്ളത്, എൻ്റെ പ്രൊഫൈൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഈ ഫോട്ടോ ഉൾപ്പെടെ ഞാൻ ഇത് ചെയ്ത എല്ലാം ടിക്ക് വീണിട്ടുണ്ട്. ഇത് നെക്സ്റ്റിലേക്ക് എല്ലാം നോക്കിയിട്ട് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഞാൻ ചോദിക്കും, ഡു യു വാണ്ട് ടു എഡിറ്റ് ദ ഇൻഫർമേഷൻ ബിഫോർ ക്രിയേറ്റിംഗ് യുവർ CV? എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടോ? അപ്പോൾ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ നോ താങ്ക്സ് കൊടുക്കണം. അപ്പോൾ ഇവിടെ 4 ഫോർമാറ്റ് നിങ്ങൾക്ക് കാണാനായിട്ടുണ്ട് CVയുടെ യൂറോപാസിൻ്റെ. ഞാൻ ഈ ഫോർമാറ്റ് സെലക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞ് വരുമ്പോൾ ഇത് CV ഫൈനലൈസ് ചെയ്ത് ലാസ്റ്റിൽ വരുന്ന ഘട്ടം എന്ന് പറയുന്നത് ഈ CVക്ക് എനിക്കൊരു പേരടിക്കാനാണ്. ഞാനപ്പോൾ അതിനകത്ത് എനിക്ക് തിരിച്ചറിയണമല്ലോ. അപ്പോൾ എൻ്റെ CV ആണെന്ന് തിരിച്ചറിയാൻ ഒരു പേരടിച്ചു. അപ്പോൾ ഇത് യൂറോപാസ് ലൈബ്രറി സേവ് ചെയ്യണോ അല്ലാതെ സേവ് ചെയ്യണോ എന്നുള്ളതാണ്. അപ്പം അല്ലെങ്കിൽ ഇതിൻ്റെ സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം. അപ്പോൾ എൻ്റെ CV നിങ്ങൾക്ക് താഴെ പ്രിവ്യൂ കാണാം. അടിച്ച CV ഇത്രയുണ്ട്, 2 പേജ്, A4ൻ്റെ 2 പേജുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാൻ അവിടെ തന്നെ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഡൗൺലോഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിതിങ്ങനെ ഓപ്പണായി വരും. ഞാൻ അടിച്ച CV PDF-ൽ തന്നെ എനിക്ക് ഓപ്പണായി വരും. പിന്നെ വേറെ ഒരു ഗുണമുണ്ട്, അത് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഓപ്പണായി വരുന്നതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എൻ്റെ ഈ ഗൂഗിൾ ക്രോമിൻ്റെ ഡൗൺലോഡ് ഫോൾഡറിലേക്ക് ഇത് വരും. ഇത് കഴിഞ്ഞ് ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ നിങ്ങളെ CV സെറ്റായി. നിങ്ങൾക്ക് ഇവിടെ ഈ ഗൂഗിൾ ക്രോമിൻ്റെ ഈ ഡൗൺലോഡ്സ് എന്നുള്ള ഈ ഇതിലെടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ CV ഇവിടെ ഡൗൺലോഡ് ആയതായിട്ട് കാണാൻ പറ്റും. ഇവിടെ എൻ്റെ CV ഡൗൺലോഡാണ്. ഞാൻ അത് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു. ഞാൻ ഇത്ര നേരം ഉണ്ടാക്കിയ CV ആണ് ഈ കാണുന്നത്. ഇത്രയും നിസ്സാരമായ ഒരു കാര്യത്തിനാണ് സുഹൃത്തുക്കളെ നിങ്ങളെ ആളുകൾ പറ്റിച്ച് ഇങ്ങനെ ഇത്ര രൂപ, 500 രൂപ, 1000 രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കുന്നത്. അതുകൊണ്ട് ദയവേദി ചതിവിൽ പെടാതിരിക്കുക. അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനോ സംശയമോ ഉണ്ടെങ്കിൽ പറയുക. ഞാൻ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. നന്ദി, നമസ്കാരം. ഇനിയും ഒരു ചെറിയ വീഡിയോ നമ്മൾ ഭാവിയിൽ ചെയ്യും. എന്താ വേണ്ടതെന്ന് നിങ്ങൾക്ക് പറയാം. അതിനനുസരിച്ചുള്ള അഭിപ്രായം അനുസരിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. നന്ദി, നമസ്കാരം സുഹൃത്തുക്കളെ.